മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ കാർ 1,10,00,000 രൂപ അനുവദിച്ച് ധനവകുപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ കാർ വാങ്ങുന്നതിനായി ധനവകുപ്പ് തുക അനുവദിച്ചു. 1,10,00,000 രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത്. നിലവിൽ ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരം വാഹനം വാങ്ങാനാണ് തുകയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 19 മുതലാണ് സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചത്. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം എന്നതായിരുന്നു പ്രധാന നിബന്ധന. 4 മാസമായിട്ടും ഈ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. എന്നിരിക്കെയാണ് ട്രഷറി നിയന്ത്രണത്തിൽ നിന്നും ഇളവ് നൽകി മുഖ്യമന്ത്രിയുടെ വാഹനം വാങ്ങാനുള്ള 1,10,00,000 ഉടൻ ലഭ്യമാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ന് പല കോണുകളിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല നേതാക്കന്മാരും CPM വിട്ട് CPI-യിലും കോൺഗ്രസിലും BJP-യിലും ഒക്കെ ചേക്കേറി. മാത്രമല്ല പലയിടത്തും CPM-നെ വിമതശല്യം വലയ്ക്കുകയാണ്. CPM-ഉം CPI-യും നേർക്കുനേർ പോരിനും പലയിടത്തുമുണ്ട്. ഇതിനിടയിലാണ് പ്രധാന നേതാക്കന്മാരുടെ കൂടുമാറ്റം. നടമ്മൽ രാജനും CPM വിട്ടു. കുട്ടിമാക്കൂർ സംഭവം വഴി രാഷ്ട്രീയത്തിൽ ഇടം നേടിയ ദളിത് നേതാവ് നടമ്മൽ രാജൻ CPM-ൽ നിന്നും രാജിവെച്ചു. അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വാർത്താ സമ്മേളനത്തിൽ രാജൻ അറിയിച്ചു. കോൺഗ്രസിൽ സവർണ മേധാവിത്വം ആരോപിച്ച് 5 വർഷം മുൻപാണ് CPM പക്ഷത്തേക്ക് മാറിയത്. CPM-ൽ ചേർന്ന ശേഷവും നീതി ലഭിക്കുന്നില്ലെന്നും പാർട്ടി നേതാക്കളുടെ ഇടപെടൽ കാരണം പോലീസിൽ നിന്ന് പോലും നീതി നിഷേധിക്കുന്നുവെന്നും ആരോപിച്ചു. കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പുകൾ CPM പാലിച്ചില്ല. കോൺഗ്രസിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യത്തിന് തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി. 2016-ലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ സംസ്ഥാന സെക്രട്ടറിയും മുൻ കണ്ടിൻജന്റ് തൊഴിലാളിയുമായിരുന്ന രാജനെയും മക്കളായ അഖില, അഞ്ജന എന്നിവരെയും കുട്ടിമാക്കൂരിലെ CPM പ്രവർത്തകർ ജാതി പേര് വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന ആരോപണം ഉയർന്നു. CPM ഓഫീസിൽ കടന്നു കയറി പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തുവെന്ന കേസിൽ യുവതികൾ അറസ്റ്റിലായി. അഖിലയെ കൈക്കുഞ്ഞിനൊപ്പം റിമാൻഡ് ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. പുറത്തിറങ്ങിയ അഞ്ജന ആത്മഹത്യാ ശ്രമം നടത്തിയതും വിവാദമായി. എന്നാൽ അതിനുശേഷമാണ് CPM-ൽ ചേർന്നത്. ഇപ്പോൾ വീണ്ടും CPM-ൽ നിന്നും രാജിവെച്ചു.